വളരെ പ്രസക്തമായിട്ടൊരു ഇതിലേക്ക് വരുവാണ്. പക്ഷേ താങ്കളുടെ ഒരു ജീവിത രേഖയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. താങ്കൾക്ക് ഏതെങ്കിലും ഒരു എന്താ പറയേണ്ട ഒരു വാർ ഫ്രണ്ടിലോ അല്ലെങ്കിൽ അത് സംഘർഷത്തിൻ്റെ മേഖലയിലോ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഒറിജിനൽ വാർഫെയർ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ പോയിരുന്ന ഞാൻ ഇന്ന് കാണത്തില്ലല്ലോ. അല്ല, എന്തായാലും ഒരു യുദ്ധ മുന്നണിയിൽ പോയിരുന്നു. ഇല്ല, ഞങ്ങൾക്ക് ഈ യുദ്ധം ഒറിജിനൽ യുദ്ധം മാതിരി തന്നെ ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. വാർ റിഹേഴ്സൽ അത് മാത്രമേ മോക്ക് റിഹേഴ്സൽ അത് തന്നെ. അപ്പോൾ താങ്കൾക്ക് ഇനി ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ പത്തനംതിട്ടയിൽ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും തരത്തിലൊരു വെടിക്കഥ പറയണമെന്ന് വിചാരിച്ചാലും പിന്നെ പറ്റില്ല. ഞാൻ ഈ വെടിക്കഥ വിശ്വസിക്കുന്നില്ല. ഇല്ല. പക്ഷെ ആവശ്യമില്ല. ഞാൻ ചോദിച്ചു, ഈ പാടുവിദ്യ എങ്ങനെ വന്നതാണ്? ഇത് ചൊറി തന്നെയാ. അത് കുഞ്ഞു പറഞ്ഞ കറക്റ്റ്. ചെറുപ്പകാലത്ത് എനിക്ക് ഒത്തിരി ഊഹിച്ച് പറഞ്ഞതാണ്. കാലിലും കയ്യിലൊക്കെ ചൊറി വരും. ചൊറി എന്നാ പറയുന്നത്. ഞാനത് ഊഹിച്ച് പറഞ്ഞത് കറക്റ്റായി. അപ്പൊ എനിക്കെന്തൊരു സിക്സ്ത് സെൻസ് ഉണ്ട് കേട്ടോ. അല്ലല്ല, സെൻസ് പലതും ഉണ്ട് കുഞ്ഞിന്. മോനെ എനിക്ക് തുടക്കം മുതൽ അറിയാം. ഭയങ്കര ക്ലവറല്ലേ. ഓപ്പോസിറ്റ് ഇച്ചിരി ശക്തി ഇല്ലാത്തവൻ വിടുന്ന കുഞ്ഞ് പൊടിച്ച് പൗഡറാക്കി ഇവിടുന്ന് വിടുകയുള്ളൂ. എന്തൊരു കഷ്ടം മോനെ. എൻ്റെ അടുത്ത് മാത്രമാണ് നടക്കില്ല. ഈക്വൽ ക്വാലിറ്റി നമ്മുടെ ഫ്രീക്വൻസി സെയിമാണ്. അതുകൊണ്ട് എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, നടക്കത്തില്ല. എനിക്ക് സത്യം പറയട്ടെ, എനിക്ക് നമ്മളൊരു വീടിൻ്റെ കോലാലിരുന്ന് ഒരു ജ്യേഷ്ഠനും അനിയനും സംസാരിക്കുന്ന അതേ ലാഘവത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ല, അത് കറക്റ്റ്. അത് വളരെ അനൗപചാരികമായി. ഒരു കാര്യം കൂടെ പറഞ്ഞു എഴുതി വെച്ചോ. ഞാൻ ഈ ഇപ്പം മുമ്പേ പറഞ്ഞ കാര്യം ഫൈനലി വരുമ്പോൾ കാണത്തില്ല. എന്താ കാരണം? നിങ്ങളുടെ ഒരു എഡിറ്റർ അങ്ങോട്ട് ഇരിക്കുമേ, ജോൺ ബിട്ടാ സാറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. സിനിമ അറിയാവുന്ന വ്യക്തിയാണ്. പറഞ്ഞ ഒരു വള്ളിക്ക് പുള്ളിക്ക് കുറവ് വന്നാൽ ഞാൻ ഇവിടുത്തെ എഡിറ്ററുടെ കഴുത്തെ തൂങ്ങും. ഡെഫിനറ്റാ, ഇവിടത്തില്ല. എന്തും ആയിക്കോട്ടെ, ഈ പറഞ്ഞൊക്കെ വരണം. താങ്കൾ പറഞ്ഞ ഒരു വാചകം പോലും അത് എനിക്ക് ഹിതകരമാണോ ഹിതകരമല്ലയോ എന്ന് നോക്കാതെ പരിപൂർണ്ണമായിട്ട് കൊടുത്തു. ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുന്ന ആളെന്ന് ഉപരി കുഞ്ഞിന്ന് കൈരളിയുടെ ആരാ? അതൊക്കെ വിട്, അതൊന്നൊരു പ്രശ്നം. ഞാൻ പിടിച്ചാൽ വിടത്തില്ല. ഇത് ആരോ പറഞ്ഞ പോലെ പിടിച്ചതിനേക്കാളും വരുന്നത് മാടത്തെന്ന് പറഞ്ഞ പോലെ ഇത് താങ്കളുടെ ഉരുപ്പിടിയാന്നുള്ള കാര്യം എനിക്ക് അറിയാം. പണ്ടേ അറിയാം. താങ്കളുടെ പല കളികളും എനിക്ക് അറിയുകയും ചെയ്യാം. ഞാനില്ല പല കളികളിലും അങ്ങനെയുള്ള ഒരു കാര്യം. അയ്യോ, ഞാൻ മോശമർത്ഥത്തിലല്ല ഉദ്ദേശിച്ചു. അല്ല, മറ്റു മോശമായിട്ട് കളി ഒരിക്കലും ഇല്ല. എവിടെയോ ഒരു കുറ്റബോധം എവിടെ കിടക്കത്തുള്ളൂ തോന്നല്ലോ. ഞാൻ അങ്ങനെ മനസ്സാ വാച കർമ്മണ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ എവിടെയോ ഒന്ന് തികട്ടി കിടപ്പുണ്ട് അവിടെ. ഒന്നുമില്ല. ഇല്ലല്ലോ. ഞാൻ ഓപ്പൺ ആണ്. ഇങ്ങനെയുള്ള ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് സന്തോഷം വരണം, ആസ്വാദനമാവണം. തീർച്ചയായിട്ടും പല മൂഡിലും വേദനയിൽ കഴിയും നമ്മുടെ കേരളീയരായ നമ്മുടെ സഹോദരങ്ങൾക്ക് പൊടി സന്തോഷം. 10 വർഷം, ഒരു പതിറ്റാണ്ട് കാലം താങ്കൾ സേനയെ സേവിച്ചു. 5 വർഷം. 5 വർഷത്തിന് ശേഷം വേണമെങ്കിൽ അവിടെ നിൽക്കായിരുന്നു വീണ്ടും. ഞാൻ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. TC ഒന്നാൻ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ മിനിമം ഒരു മേജർ ജനറൽ ഡെഫിനറ്റ് ആയേനെ. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അദ്ദേഹത്തിനോട് പറയുന്ന ഉത്തരം മാതിരി പറഞ്ഞോട്ടെ. ഞാൻ ഇന്നൊരു മേജർ ജനറൽ ആയാലും ശരി, ഇവിടെ വന്ന് ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്ക് എളുപ്പം ഇതേ മീശയൊക്കെ വെച്ചുകൊണ്ട് വന്ന് അടിപൊളി സ്ലിം, ഇത്ര വണ്ണമൊന്നും വരില്ല, സ്ലിമ്മായിട്ട് വന്ന് കയറിയാൽ ഇങ്ങനെ ആരാന്ന് ചോദിച്ചാൽ പറയുമോ? ഈ കുഞ്ഞുങ്ങൾ പറയുമോ? ആരും പറയില്ല. ഏതോ ഒരു വീരപ്പൻ്റെ സഹോദരനാന്നേ പറയുള്ളൂ ഈ മീശയൊക്കെ കണ്ടാൽ. പക്ഷേ ഇന്നോ എൻ്റെ ബ്രിട്ടാസെ, ഇനി എത്ര യുഗങ്ങളിൽ എനിക്ക് ദൈവം ജന്മം നൽകിയതേ ക്യാപ്റ്റൻ രാജുവായിട്ട് ജനിപ്പിക്കണേ എന്ന് ഞാൻ എൻ്റെ ദൈവം തമ്മിലോട് പ്രാർത്ഥിക്കുക. സത്യം പറയാം, ഒന്നും വേണ്ട. താങ്കളിപ്പോൾ താങ്കളെ ആർക്കും കാണേണ്ട കാര്യമില്ല. താങ്കൾ ഒരാളെ ഫോൺ വിളിച്ചിട്ട് ഒരു വാചകം പറഞ്ഞാൽ അവർ തിരിച്ചു പറയും ക്യാപ്റ്റൻ രാജു അല്ലേ. ഉടനെ പറയും, സൗണ്ട് കൊണ്ട് പറയും. മറ്റ് പലർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം താങ്കൾ കിട്ടുന്നുണ്ട്. അല്ലല്ല, നടീ നടന്ന് പറയുമ്പോൾ തന്നെ ഇനി എന്തൊക്കെ കെട്ടപേരുണ്ടെന്നാലും ഞാൻ സമ്മതിക്കില്ല. ഭയങ്കര അനുഗ്രഹമാണ്. നസീർ സാർ മരിക്കാൻ കിടക്കുന്ന സമയത്താണ് പേപ്പറുകാർ പോയി അദ്ദേഹത്തിനെ കണ്ടു വിജയ ഹോസ്പിറ്റലിൽ. ആ മരിച്ച 2 ദിവസം മുമ്പേ ഞാനും സത്യരാജും കൂടെ പോയി കണ്ടിരുന്നു. അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ആ സമയത്ത് പറഞ്ഞാണ് ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നത്. സാറിനോട് ചോദ്യം ചോദിച്ചു, നസീർ സാറേ, ഇത് ഇത്ര മനോഹരമായ ജന്മം ദൈവം തന്നു, അങ്ങേക്ക് ഇനി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ അപ്പോൾ ക്രിട്ടിക്കലായിരിക്കുന്ന സമയത്തേക്ക് വരിക, എന്താണ് ആഗ്രഹം ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതേമാതിരി ഉത്തരവ് പറഞ്ഞു, എനിക്ക് പ്രേം നസീർ ആയാൽ മാത്രം മതി. അത് കണ്ടൻറ്റഡ് ആയിരുന്നു. ദൈവം കൊടുത്തത് സംതൃപ്തനായിരുന്നു നസീർ സാർ. ക്യാപ്റ്റൻ രാജു 100% ഞാൻ കണ്ടൻറ്റഡാണ് ഇന്നത്തെ ഈ നിമിഷം വരെ. ഈ ഇന്റർവ്യൂ താങ്കൾക്ക് ഇനിയും താങ്കളുടെ പൂർണ്ണമായ ഒരു തലത്തിലേക്ക് വരാനുണ്ട്. താങ്കൾ പട്ടാളത്തിൽ ഈ പറഞ്ഞ മേജർ ജനറലോ ലെഫ്റ്റനന്റോ ഒന്നും ആകാത്തത്, ലെഫ്റ്റനന്റ് ജനറലോ ഒന്നും ആകാത്തതിൽ താങ്കൾക്ക് യാതൊരു വിഷമവും ഇല്ല. ഒരു വിഷമവും ഇല്ല. ഇത് ദൈവ നടത്തിപ്പാണ്. നല്ല ഉദ്ദേശം വെച്ചാൽ തമ്പുരാൻ ഇങ്ങനെ എന്നെ ഈ ഗ്രാഫിൽ കൊണ്ടുവന്നിരിക്കുന്നത്.